എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പ്രാർത്ഥനാമുറി മാത്രമല്ല പള്ളി തന്നെ പ്രവർത്തിക്കുന്നു. നിർമ്മല കോളേജ് വിഷയത്തിൽ പ്രതികരണവുമായി ബി.ജെ.പി. നേതാവ് കെ.എസ്. രാധാകൃഷ്ണൻ രംഗത്ത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ മുറി വേണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥി സംഘടനകൾ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ച വിഷയത്തിലുള്ള പ്രതികരണമാണ് രാധാകൃഷ്ണൻ നടത്തിയത്. മഹാരാജാസ് കോളേജിൽ നിസ്കരിക്കാൻ ഇടമല്ല, പള്ളി വരെ ഉണ്ടെന്നാണ് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ആരോപിക്കുന്നത്. കേരളത്തിലെ പല കോളേജുകളിലും മുസ്ലിം പള്ളികൾ ഒരു വസ്തുതയാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും രാധാകൃഷ്ണൻ പറയുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രാർത്ഥനാമുറി മാത്രമല്ല, ഒരു പള്ളി തന്നെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കെ.എസ്. രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. മഹാരാജാസ് ചുവപ്പ് കോട്ടയായതുകൊണ്ട് വിപ്ലവകാരികളായ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഒത്തുചേർന്ന് ഈ അനധികൃത പള്ളികൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. KSU-MSF കൂട്ടുകെട്ട് ഇതിൽ ആഹ്ലാദ ചിത്തരമാണെന്നാണ് കെ.എസ്. രാധാകൃഷ്ണൻ പറയുന്നത്. കെ.എസ്. രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പിലേക്ക്. കോളേജുകളിലെ മുസ്ലിം പള്ളികൾ ഒരു വസ്തുതയാണ്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലേത് ഒറ്റപ്പെട്ട സംഭവമല്ല. എത്രയോ വർഷമായി എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു പ്രാർത്ഥനാമുറി മാത്രമല്ല, ഒരു പള്ളി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അറബി ഇസ്ലാമിക ചരിത്ര വകുപ്പുകൾക്കിടയിലായി 2 മുറികൾ പുൽപ്പായകൾ വിരിച്ച് പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ വർഷങ്ങളായി നിസ്കാര പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. മഹാരാജാസ് ചുവപ്പ് കോട്ടയായതുകൊണ്ട് വിപ്ലവകാരികളായ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ഒത്തുചേർന്ന് ഈ അനധികൃത പള്ളികൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നു. KSU-MSF കൂട്ടുകെട്ട് ഇതിൽ ആഹ്ലാദ ചിത്തരമാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ എറണാകുളം സെന്റ് തെരേസസ് കോളേജിലും മുസ്ലിം പള്ളി പ്രവർത്തിക്കുന്നുണ്ട്. മലബാറിലെ സർക്കാർ കോളേജുകളിൽ വ്യാപകമായി മുസ്ലിം പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട്. SFI, KSU തുടങ്ങിയ മതേതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ ഒരു അക്ഷരവും മിണ്ടാറില്ല. കോളേജുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം പള്ളികളെ നിരോധിക്കാനും അക്കാദമിക സ്ഥാപനങ്ങളിൽ മതേതര സംസ്കാരം നിലനിർത്താനും വേണ്ടി പ്രവർത്തിക്കുവാൻ സർക്കുലർ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാണ്. മതേതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മത അധിനിവേശങ്ങളെ നിരോധിക്കാൻ ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറാണ്. ബി.ജെ.പിയുടെ സമുന്നത നേതാവായ രാധാകൃഷ്ണൻ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം മറ്റു സംഘടനകൾ ഏറ്റെടുത്താൽ അത് വരും ദിവസങ്ങളിൽ കലാലയങ്ങളിലെ സമാധാന അന്തരീക്ഷത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.